നിങ്ങൾക്ക് പരീക്ഷയോടൊപ്പം പോക്കുവഴികളും ദൈവം ഒരുക്കും. നിങ്ങളൊരു ദൈവഭൃത്യന്റെ അടുക്കൽ ചെന്നാൽ പ്രശ്നത്തിൽ നിന്നുള്ള വിടുതലല്ല ആ വ്യക്തി തരുന്നത്, മറിച്ച് ആ വിടുതലിനുള്ളൊരു പോക്കുവഴി അദ്ദേഹം പറഞ്ഞു തരും. മിക്കവാറും ആൾക്കാർക്ക് ആ സൊല്യൂഷൻ അല്ല വേണ്ടത്, അവർക്ക് വിടുതലാ വേണ്ടത്. ദൈവം ജനത്തെ കനാനിൽ അയക്കുക. കനാനിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ കനാനിൽ അവരെത്തിയാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? മിസ്രൈമിൽ നിന്നുള്ള ഈ ജനം കനാനിൽ ചെന്നാൽ അവിടുത്തെ 31 ജാതീയ രാജാക്കന്മാരെല്ലാം കൂടി ഇവരെ വെട്ടിക്കൊല്ലും. കാരണം ഈ ജനത്തിന് യുദ്ധം അറിയത്തില്ല. അവർ ഏറ്റവും വലിയ അതികായന്മാരായ നെഫിലിംസിന്റെ അടുക്കലാ ചെല്ലുന്നത്, രാക്ഷസന്മാരുടെ അടുക്കലാ ചെല്ലുന്നത്. ഡെഫിനറ്റ്ലി ഈ അബ്രഹാമിന്റെ എല്ലാ സന്തതിയും അവർ കൊല്ലും, ഉറപ്പാ. ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ വേഗത്തിൽ കനാനിലേക്ക് വിട്ടില്ല. ദൈവം കനാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ മരുഭൂമിയിൽ വെച്ച് യുദ്ധം പഠിപ്പിച്ചു. അവർ പറയുന്നു, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞങ്ങൾക്ക് കനാൻ വേണം. തമ്പുരാൻ പറയുന്നു, നിനക്ക് യുദ്ധം അറിയത്തില്ല, ഞാൻ നിന്നെ യുദ്ധം പഠിപ്പിക്കാൻ പോവാ. ഈ ജനത്തിന് യുദ്ധം അറിയത്തില്ലെന്ന് ഈ ജനത്തിന് അറിയത്തില്ല, കാരണം അവർ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നവർ. യുദ്ധങ്ങളുടെ കാര്യത്തിൽ അത്ഭുതമൊന്നും അധികം നടക്കത്തില്ല. നിങ്ങൾ യുദ്ധം ചെയ്യണം. 2 കാര്യത്തിൽ അത്ഭുതം നടക്കത്തില്ല. ഫിനാൻസ് അത്ഭുതം നടക്കത്തില്ല. ഹലോ, ഫിനാൻസ് മീൻസ് ഒരു സ്ഥിര വരുമാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആമേൻ. 2, ഇൻക്രീസ്. ദൈവം നിങ്ങളോട് ഫിനാൻഷ്യലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനൊരു സോഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം.